മൂന്നാല് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവരെല്ലാവരും ചർച്ച ചെയ്യുന്നത് കേട്ടു. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു പോട്ടെ. ഡോക്ടർ ജയരാജ് ഒരു കാര്യം പറഞ്ഞു, ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഇവരൊരു അവാർഡ് മേടിക്കാൻ പോയതിനല്ല എക്സ് കൺവീറ്റ് ജയിലിൽ പോയി. ഞാൻ എക്സ് കൺവീറ്റ് സുനിതയെ കുറിച്ചല്ല വിഷയം പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഷെറിനെ കുറിച്ചാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ. രണ്ട്, ഇപ്പൊ അവർ പറഞ്ഞതിൽ എങ്ങനെ വിശ്വാസത്തിലെടുക്കാം. ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിന് സഹയാത്രികൻ ശ്രീ ഡോക്ടർ ജയരാജ് ജി, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സരിത അല്ലെങ്കിൽ സോളാർ കേസിലെ പ്രതി പുറത്തു വന്ന സമയത്ത് നേരത്തെ മേഡം പറഞ്ഞ പോലെ അവർ പറഞ്ഞ വാക്ക് ഒരു കഷ്ണം പോലും വിടാതെ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കയറാനുള്ള ശ്രമം നടത്തി അതിൽ അധികാരത്തിൽ കയറിയവരാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരെല്ലാവരും വളരെ മിടുക്കന്മാരാവുകയും നിങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എതിരായി പ്രവർത്തിക്കുമ്പോൾ അവർ ലോകത്തെ ഒന്നാം തരം വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാകുന്ന ആ പ്രത്യേക കണ്ണാടയുണ്ടല്ലോ നിങ്ങളുടെ, ആ കണ്ണാടയോടാണ് ഞങ്ങൾ പറയുന്നത്. ആ കണ്ണാടയാണ് ഈ ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇവിടെ വളരെ വൃത്തിയായി പറയുന്നത് ശ്രീ സുനിത എന്ന് പറയപ്പെടുന്ന എക്സ് കൺവീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുറത്തു വന്നതിനുള്ള കുശുമ്പായിട്ടല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണ്? അവർ പറയുന്നു, ഞാൻ കൃത്യമായിട്ട് പോരാടുന്നത് ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാനസാന്തരം എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവരുണ്ട്. ഒപ്പം തന്നെ അവർ വരി പറഞ്ഞു, എന്താണ്, സാഹചര്യങ്ങളെ കൊണ്ട് പ്രതിസന്ധിയിൽ പെട്ടുപോയി, കേസിൽ പെട്ടുപോയി, അകത്ത് വന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുകളുണ്ട്. അവരെ പരിഗണിക്കാതെ ഈ വ്യക്തിയെ പരിഗണിച്ചപ്പോൾ അന്ന് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇവരുടെ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന സൗകര്യത്തെ ചോദ്യം ചെയ്തിരുന്നു, ഇവർക്ക് കിട്ടുന്ന സുഖലോലുപതയെ ചോദ്യം ചെയ്തിരുന്നു, ഇവരോട് കാണിക്കുന്ന പ്രത്യേക നീതിയെ ചോദ്യം ചെയ്തിരുന്നു. ഇവർക്ക് എന്താണ് ഇത്ര പ്രിവിലേജ് എന്ന് അവർ കൃത്യമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്നവർ പുറത്തു വന്നതിന് ശേഷം ഇവരെ പുറത്തു വിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ പ്രിവിലേജ് കിട്ടിയിരുന്ന വ്യക്തി, ഇത്രയൊക്കെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച വ്യക്തി, ആ വ്യക്തിക്ക് ഇതൊക്കെ അനുഭവിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് പഴയ DIG ആയിട്ടുള്ള ശ്രീ പ്രദീപ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തമായിട്ട് ഇടപെടലുണ്ട്. ഒപ്പം തന്നെ ഗണേശേട്ടൻ എന്ന് പറയാറുള്ള ഒരു ഗണേശേട്ടനും അതിന്റെ പുറകിലുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ഗണേശേട്ടന്മാരോ ഉണ്ടായിരുന്നു എന്നും ആ ഗണേശേട്ടന്മാരുടെ സപ്പോർട്ട് ഏതൊക്കെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും ആ ഗണേശേട്ടന് എത്ര വലിയ സ്നേഹം എന്തായിരുന്നുവെന്നും പ്രദീപേട്ടൻ എത്ര വലിയ സ്നേഹം എന്തായിരുന്നുവെന്നും ഇവരെയൊക്കെ വശീകരിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്നും ഇവർക്ക് അതിനുവേണ്ടി പണം മുടക്കിയതുള്ള ആത്മബന്ധത്തിന്റെ വലിപ്പം എന്തായിരുന്നുവെന്നും ജയിലെന്ന് പറയപ്പെടുന്ന സുഖവാസ കേന്ദ്രത്തിന് പറഞ്ഞയച്ചതല്ല എന്നുള്ള ബോധ്യവും എന്നുള്ള വ്യക്തതയും പൊതുസമൂഹത്തിനോട് പറഞ്ഞതാണ് സുനിത എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഒരു കാര്യം പൊതുസമൂഹത്തിൽ മനസ്സിലാക്കേണ്ടത്, കള്ളൻ ഭരിക്കുമ്പോൾ കള്ളന്മാർക്കേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളത്തരങ്ങളും കാണിക്കുന്നവർക്ക് മാത്രമാണ് കേരളത്തിൽ നീതി എന്ന് പറയപ്പെടുന്ന വലിയ ഒരു സംഭവം ഈ പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ കയ്യാളിയത് മുതൽ ഇന്നുവരെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും കൊലപാതകികൾക്കും ഒക്കെ ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷമം, ദുഃഖം, ദയനീയത എന്ന് പറയപ്പെടുന്നാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രയാസമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ള സംഭവം എന്ന് പറയപ്പെടുന്നത് ഇത് ഒരു അധികാര ശ്രേണിയിലിരിക്കുന്ന വ്യക്തികൾ ഈ പൊതുസമൂഹത്തിനോട് കാണിക്കുന്ന നീതികേടാണ്. ഇവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചവർ ജയിൽ കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് ഒരിക്കലും മാനസാന്തരം ഉണ്ടാവാൻ പോകുന്നില്ല. അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് ഇതിനേക്കാൾ സുഖലോലുപതയായി അവിടെ ജീവിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ അഡ്വൈസറി ബോഡി എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് കമ്മിറ്റിയെ കൃത്യമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ്. കൃത്യമായി അവരുടെ ആക്ഷനെ ചോദ്യം ചെയ്യേണ്ടതാണ്. എന്ത് മാനസാന്തരമാണ് അവർ ഇവർ കണ്ടത്? ഏത് തരത്തിലുള്ള മാനസാന്തരമാണ് അവരുടെ രേഖപ്പെടുത്തിയത്? പണ്ട് ശ്രീമതി ടീച്ചർ ശശിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ
പീഡനത്തിന്റെ റേഞ്ച് അളന്നില്ലേ, ആ അളന്ന പോലത്തെ ഒരു സ്കെയിൽ ഈ അഡ്വൈസറി ബോഡിയുടെ കയ്യിലുണ്ട്. ആ തീവ്രത അളന്ന സ്കെയിൽ ഈ അഡ്വൈസറി ബോഡിയുടെ കയ്യിലുണ്ടായിരുന്നോ? EMAയുടെ മാനസാന്തരത്തിന്റെ തീവ്രത അളക്കാൻ സരള എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്നാണ് എന്റെ പേര്. അന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് സരളെ, ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. അഡ്വൈസറി ബോഡിക്കകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി ഫോൺ കോൾ വന്നത് മന്ത്രിസഭയിൽ നിന്നാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. മന്ത്രിസഭയിൽ ആ ഫോൺ കോൾ വരാനുണ്ടായിട്ടുള്ള ചേതോവികാരം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം. മന്ത്രിസഭയിൽ ഫോൺ കോൾ വരാനുള്ള ചേതോവികാരത്തിന്റെ പുറകിൽ ഒപ്പം തന്നെ കാക്കിയിട്ട തൊപ്പി വെച്ച റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ ആ ഇടപെടൽ എന്താണെന്ന് അറിയണം. ആ ഉദ്യോഗസ്ഥൻ ഇടപെടുന്നതിന് വേണ്ടി എന്തു സുഖമാണ് ആ ഉദ്യോഗസ്ഥൻ അനുഭവിച്ചതെന്ന് അറിയണം. അങ്ങനെ സുഖം അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തെമ്മാടിത്തരങ്ങൾക്ക് നിന്ന് കൊടുക്കാനുള്ളതല്ല ഇവിടുത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ പ്രയാസത്തിൽപ്പെടുത്തി ജയിലിലേക്ക് വിടുന്ന ആളുകൾ എന്നുള്ളതും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം എന്ന് പറയപ്പെടുന്ന ഒരു പിശാചന്മാരുടെ കയ്യിൽ പെട്ടിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ടവന്മാർക്കും സാധാരണക്കാർക്കും സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ഗതികേടിലേക്ക് പോകുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകം ചെയ്തവർക്കും വേണ്ടിയിട്ടുള്ള പരവതാനികൾ, ജിംകാളകൾ എണ്ണം കൂട്ടുന്നു, തലയണകൾ എണ്ണം കൂട്ടുന്നു, കോഴി ബിരിയാണികൾ കൊടുക്കുന്നു, മട്ടൻ ബിരിയാണികൾ കൊടുക്കുന്നു. പിന്നെന്താ പറഞ്ഞേ, 7 മണി നേരത്ത് പാചകക്കാർക്ക് നടക്കാനായിരുന്നു അവിടെ സ്ഥലം കൊടുത്തിരുന്നെന്നാ. നല്ല കാര്യമാണ്. ഇനി DIG പ്രദീപേട്ടൻ പഠിപ്പിച്ചത് എന്താണെന്നോ അറിയില്ല, തറയോ പറയോ വിദ്യാഭ്യാസം നൽകാൻ ചിലപ്പോൾ വന്നതായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് അതിന് കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പൊ ജയരാജന്റെ കണ്ടെത്തലുകൾ ഇതിനകത്ത് വളരെ മോശമായി, അദ്ദേഹത്തിന്റെ അഭിപ്രായവും മോശമായി. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, 100% അന്വേഷിക്കപ്പെടട്ടെ എന്നൊരു നിലപാടെടുക്കുമെന്നാണ് ഡോക്ടർ ജയരാജ് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം എന്തോ അങ്ങനെ ചെയ്യാത്തത് വളരെ 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 വിഷമകരവും മോശകരവുമായിട്ട് സംഭവമായി പോയി. ഓക്കെ, അഡ്വക്കേറ്റ് നിയാസ്, 2015 മാർച്ച് 10 അന്നത്തെ ജയിൽ DGPക്ക് സുനിത കൊടുത്തൊരു പരാതിയുണ്ട്. അതിൽ കൃത്യമായിട്ട് സുനിത പറയുന്നുണ്ട്, അതായത് ഈ വൈകുന്നേരം 7 മണിക്ക് ശേഷം റൂം തുറന്നു കൊണ്ടുപോയി DIGയുമായി ലൈംഗിക വീഴ്ച പതിവായി നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല അതിൽ അവസാനം പറയുന്നത്, അതുകൊണ്ട് ജയിലിൽ കഴിഞ്ഞു വരുന്ന യുവതികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കുകയും അല്ലാത്തപക്ഷം മനുഷ്യാവകാശ കമ്മീഷൻ, കോടതികൾ, മറ്റ് അധികാര സ്ഥാപനങ്ങൾ എന്നിവയിൽ പരാതി കൊടുക്കുമെന്ന് അറിയിക്കുന്നതോടൊപ്പം മേൽക്കാര്യത്തിൽ എനിക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കി തരുവാൻ അപേക്ഷ. ഈ ഉദ്യോഗസ്ഥനെതിരെ ഇനിയും കേസെടുക്കാനുള്ള സ്കോപ്പുണ്ടല്ലോ അഡ്വക്കേറ്റ് PM നിയാസ്? തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞുകൂടാ. ഇത് ഡേറ്റ് അതവിടെ റിസീവ് ചെയ്താണോ നടപ്പിലെടുത്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെ അവിഹിതമായി ഇത്തരത്തിലുള്ള സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഒരു വളരെയേറെ ഒരു സങ്കടകരമായ ഒരു കാര്യം, ജയിലിൽ പോകുന്നത് കൊടിയ കുറ്റം ചെയ്തിട്ടാണ്. ആ കൊടിയ കുറ്റം ചെയ്ത ആളുകളെ ഈ രീതിയിൽ അവർക്ക് സുഖ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് ഭരണകൂടം ശ്രമിച്ചാലും അതൊരിക്കലും പൊതു നന്മയെ അല്ലെങ്കിൽ പൊതുജന ആരോഗ്യത്തെ മാത്രമല്ല പൊതുജനങ്ങളുടെ നീതി വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഒരു കാര്യം ജയരാജൻ എന്തോ ആണ് പറയാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ജയരാജൻ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് മന്ത്രിസഭയിലെ ആര് ശ്രമിച്ചാലും അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തെറ്റായ കാര്യമാണെന്ന് ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരുത്തുകയും അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നണിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരിന് ഉണ്ടാവേണ്ടിയിരുന്നത്. ഇവിടെ അത് ഉണ്ടാവാത്തതിൻ്റെ കാരണം, ഇവിടെ നമ്മുടെ ഗണേഷ് കുമാർ ചെയ്തത് ഒരു വനിതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യുന്നത് കുഞ്ഞനന്തമ്മമാർക്കും അതുപോലെ ഷാഫിക്കും കിർമാനി മനോജിനും ഒക്കെ വേണ്ടിയാണ് എന്നുള്ളതും നിങ്ങൾ ആലോചിക്കണം. TP വധക്കേസിലെ പ്രതികളെ 14 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരെയൊക്കെ തുറന്നു വിടാനുള്ള ശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോയത് അന്നത്തെ ഗവർണർ അക്കാര്യത്തിലെടുത്ത ധീരമായ നടപടി കൊണ്ടാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ആരും ചർച്ച ചൂണ്ടിക്കാണിച്ചില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 24 ഇവരുടെ ഈ കാര്യങ്ങളിൽ സർക്കാരിന് മുമ്പാകെ വന്നിട്ടുള്ളൂ. ആഗസ്റ്റ് 24 ഗവർണർ അത്
ഫയൽ മടക്കിയതുകൊണ്ട്, അന്നത്തെ ഗവർണർ ഫയൽ മടക്കിയത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. പിന്നീട് ഗവർണർ മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പുതിയ ഗവർണർ തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് അവർ ഈ തീരുമാനവുമായി ഇപ്പോൾ മന്ത്രിസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്.